നമസ്കാരം. ഇന്ന് റെസ്യൂമെ അഡ്വൈസ് വീഡിയോയിൽ നമുക്ക് again ഒരു ലോജിസ്റ്റിക്സ് പ്രൊഫഷണലിലെ റെസ്യൂമെയാണ് വന്നിട്ടുള്ളത്. സോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഫ്രീ ആയിട്ടൊരു റെസ്യൂമെ അഡ്വൈസ് വീഡിയോ ഫോർമാറ്റിൽ ചെയ്യുന്നൊരു സീരീസാണിത് അസ്യൂനോ. സോ ഇന്നത്തെ ഒരു കാൻഡിഡേറ്റിൻ്റെ റെസ്യൂമെ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു റെസ്യൂമെ ഒരു ട്രഡീഷണൽ അപ്രോച്ചിലുള്ള, അതായത് വളരെ കളർഫുള്ളായിട്ടുള്ള തീംസോ ടെംപ്ലേറ്റ്സ് ഒന്നും ഉപയോഗിക്കാണ്ട് പ്ലെയിൻ ടെക്സ്റ്റ് മാത്രമായിട്ടുള്ളൊരു ഫോർമാറ്റാണ്. എന്നാലും പേജിൽ രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കണ്ടൻറ്റ് വെക്കുന്ന ഒരു ഫോർമാറ്റിലാണ് വെച്ചിട്ടുള്ളത്. സോ ഇത് കംപ്ലീറ്റ്ലി ഒരു ട്രഡീഷണൽ ഫോർമാറ്റ് എന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിൽ അത് യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പൊതുവേ ആൾക്കാർ ഇങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് ഒക്കെ പ്രിഫർ ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് എന്താ പറയുക, 1 പേജ് റെസ്യൂമേ എന്നുള്ളൊരു കാര്യത്തിൽ നിർബന്ധം പിടിച്ചിട്ടാണ്. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ഒരു പേജിൽ റെസ്യൂമേ പാടില്ലൊന്നുമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ 4-5 പേജ് ചെയ്യാം എന്നുള്ളതൊന്നുമല്ല. ഇഫ് യു ഹാവ് ഇനഫ് കണ്ടൻറ്റ്, എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ 2 പേജ് പോകുന്നതിലും പ്രശ്നമൊന്നുമില്ല. വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ റെസ്യൂമേഴ്സ് ഒക്കെ 3 പേജിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഈ റെസ്യൂമിലേക്ക് വരുമ്പം ഫസ്റ്റ് തിങ് ഞാൻ നോട്ടീസ് ചെയ്തത് കരിക്കുലം ഓഫ് ഡാഷ് പേരാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം കരിക്കുലം വിറ്റ് ആണ്, കരിക്കുലം എന്ന് മാത്രം കൊടുക്കരുത്. കരിക്കുലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിലബസ് എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് കരിക്കുലം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല കരിക്കുലത്തിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്, കറക്റ്റ് ചെയ്യുക. ദെൻ ഫയലിലേക്ക് വരുമ്പോൾ ഓവറോൾ ഒറ്റ ലുക്കിൽ സംഗതി നീറ്റായിട്ടുണ്ട്. പേര് ആദ്യം കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ ഉണ്ട്, തൊട്ട് താഴെ ലോജിസ്റ്റിക്സ് പ്രൊഫഷണൽ എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോൺ നമ്പർ ഉണ്ട്, ഇമെയിൽ ID ഉണ്ട്. ലിങ്ക്ഡിൻ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ചെക്ക് ചെയ്തിരുന്നു. ബേസിക് ആയിട്ടുള്ളൊരു പ്രൊഫൈലാണ്, ജോബ് സെർച്ചിനൊക്കെ ഉപയോഗിക്കാം. അതല്ലാണ്ട് റെസ്യൂമിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് അതിൽ എക്സ്ട്രാ ഇൻഫർമേഷൻ ഒന്നും കാര്യമായിട്ട് നമുക്ക് ഉണ്ടാവണില്ല. പക്ഷേ ജോബ് സെർച്ചിന് ഉപയോഗിക്കാൻ പറ്റുന്ന ലോജിസ്റ്റിക്സ് പ്രൊഫഷണൽ എന്നുള്ളൊരു രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ പ്രൊഫൈലാണ് താങ്കൾ ഉപയോഗിച്ചിട്ടുള്ളത്. പ്രൊഫൈൽ സമ്മറിയിലേക്ക് വരുമ്പോൾ പൊതുവെ തിരക്കായിട്ടുള്ള എഴുതിയിട്ടുണ്ട്. എനിക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് പൊതുവെ ChatGPT-യിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫൈൽ സമ്മറി ഉണ്ട്, അതിൻ്റെ അതേ സ്ട്രക്ചറാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അത് അങ്ങനെ കാണുന്ന ഒരാൾക്ക് ഒറ്റ നോട്ടത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റും. അതിനൊരു സ്ട്രക്ചർ റെഗുലറായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ക്ലിയർലി മനസ്സിലാകുന്നുണ്ടെങ്കിലും വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്പീരിയൻസിലേക്ക് വരുമ്പം ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ്, ആരപ്പി എന്നുള്ള വേർഡിൻ്റെ സ്പെല്ലിങ് തെറ്റിപ്പോയിട്ടുണ്ട്, അത് കറക്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്ഥലപ്പേര് കൊടുക്കുന്നതിൻ്റെ അവിടെ ഒരു കോമ ഇടാൻ ശ്രദ്ധിക്കുക. സ്ഥാപനത്തിൻ്റെ പേര് കഴിഞ്ഞൊരു കോമ ഇടണം. പിന്നെ താങ്കൾ ഈ ഒരു റെസ്യൂമെ കേരളത്തിൽ തന്നെ ഉപയോഗിക്കാനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിന് പുറത്തേക്ക് അപ്ലൈ ആണെങ്കിൽ ജില്ല, ഇപ്പം ആലപ്പി ആണെങ്കിൽ, കാലിക്കറ്റ് ആണെങ്കിൽ, കോട്ടയം ആണെങ്കിൽ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞ് കോമയിട്ട് കേരള എന്നുകൂടി കൊടുക്കുക. ഇന്ത്യക്ക് പുറത്തേക്ക് പോകാനാണെങ്കിൽ കോമ ഇന്ത്യ എന്നും കൂടി ലൊക്കേഷനിൽ മെൻഷൻ ചെയ്യുക. പിന്നെ അവിടെ ഏറ്റവും വലിയൊരു മേജറായിട്ടുള്ള മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് വർക്ക് ചെയ്ത പീരീഡ് ഒക്ടോബർ 2024 മുതൽ ഏപ്രിൽ 2024 വരെ എന്നാണ്. അതായത് ഒക്ടോബർ 2024 തുടങ്ങി ആ വർഷം തന്നെ മുമ്പുള്ള ഏപ്രിൽ അവസാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് അവിടെ തന്നെ വന്നിട്ടുണ്ട്. ശ്രദ്ധക്കുറവുണ്ട്. സോ അത് കറക്റ്റ് ചെയ്യുക. ഹാൻഡിൽ ലീവേബിൾ ജനറേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് കംപ്ലയിൻസ്. ഓക്കെ, ഇതിൽ കുറച്ചും കൂടിയൊക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വെച്ചാൽ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ എന്തൊക്കെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്തു, അവിടുന്ന് ലേൺ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ കൺവേ ചെയ്യുന്നൊരു സ്പേസാണ്. അപ്പോൾ അത് കുറച്ചും കൂടി നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നൊരു ഭാഗത്തേക്ക് വരുമ്പം BBA ഉണ്ട്. യൂണിവേഴ്സിറ്റി കൊടുക്കുമ്പോൾ കേരളത്തിന് പുറത്തേക്കൊക്കെ ആണെങ്കിൽ യൂണിവേഴ്സിറ്റിയോ കോളേജോ ഒക്കെ ആണെങ്കിൽ കോമ കേരളം എന്നുകൂടി കൊടുക്കുക. ഇന്ത്യക്ക് പുറത്തേക്കാണെങ്കിൽ ഇന്ത്യ എന്നുകൂടി കൊടുക്കുക. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഏതാണ് സ്ട്രീം എന്ന് പറഞ്ഞിട്ടില്ല. അത് പറയാതിരുന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ല. സോ കൃത്യമായിട്ട് സ്ട്രീം ഏതാണെന്ന് മെൻഷൻ ചെയ്യുക. സർട്ടിഫിക്കേഷൻ എന്നല്ല, സർട്ടിഫിക്കേഷൻസിന് കൊടുക്കുക, ഒന്നിലധികമുണ്ട്. സോ സർട്ടിഫിക്കേഷൻസിലേക്ക് വരുമ്പം 2 സ്ഥാപനങ്ങളുടെയും പേരിനൊപ്പം ലൊക്കേഷനിൽ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ്ലി ഉള്ള ഡീറ്റെയിൽസിൽ ജില്ല മാത്രമേ കൊടുത്തിട്ടുള്ളത്. സോ ഇതൊക്കെ യൂണിഫോം ആക്കുക. കേരളത്തിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാം ജില്ല മാത്രമാക്കുക. ഇന്ത്യക്ക് പുറത്തേക്ക് പോകുകയാണെങ്കിൽ എല്ലാം ഇന്ത്യ ആക്കുക. ഇപ്പം എന്താണ് ഡിഫറൻസ്? ഒരിടത്ത് കാലിക്കട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്, ഒരിടത്ത് കൊച്ചി ഇന്ത്യ എന്ന് കൊടുത്തിരിക്കുന്നു. സോ അത് എല്ലാം യൂണിഫോം ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സർട്ടിഫിക്കേഷൻ എന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് എന്നാക്കുക. കാരണം താങ്കൾ ഗ്രാജുവേഷൻ BBA ആണ്, പക്ഷേ അഡീഷണലായിട്ടൊരു കോഴ്സ് ചെയ്തതാണ് ലോജിസ്റ്റിക്സിൽ, എന്നിട്ട് ലോജിസ്റ്റിക്സ് പ്രൊഫഷണലായിട്ട് പോവുകയാണ്. ആ സമയത്ത് നിങ്ങൾ അത് സ്പെസിഫൈ ചെയ്തിട്ട് കൊടുക്കുക. അതൊരു അഡീഷണൽ ക്വാളിഫിക്കേഷനായിട്ട് ഹൈലൈറ്റ് ചെയ്യുക. പിന്നെ ഗ്രാജുവേറ്റ് ഇൻ GCC VAT ആൻഡ് അഡ്വാൻസ്ഡ് എക്സൽ. സോ താങ്കൾ ലോജിസ്റ്റിക്സിലേക്ക് മാത്രം നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം താങ്കൾ 2025 ആണ് GCC വാറ്റും അഡ്വാൻസ്ഡ് എക്സലും പഠിച്ചത്, 24 ലോജിസ്റ്റിക്സ് പഠിച്ചത്, ആൻഡ് BBA കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്. സോ നിങ്ങൾക്ക് ലോജിസ്റ്റിക്സും അക്കൗണ്ട്സും ഒരേപോലെ ഓപ്ഷനായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ട്സിലും ഒരു അവസരം കിട്ടി അങ്ങോട്ട് പോയേക്കും.
എന്നൊരു ധാരണ കാണുന്നവർക്കുണ്ടാകാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഡെഡിക്കേറ്റഡ് ലോജിസ്റ്റിക്സ് പ്രൊഫഷണൽ അല്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ പ്രൊഫൈൽ പുറകിലേക്ക് വെക്കാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. റെഫറൻസ് പ്രൊവൈഡ് അപ്പോൺ റിക്വസ്റ്റ്, ആബ്സല്യൂട്ട്ലി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. റെഫറൻസസ് കൊടുക്കുന്നുണ്ടെങ്കിൽ 2 റെഫറൻസസ് കൊടുക്കുക, അല്ലെങ്കിൽ ആ കംപ്ലീറ്റ് സെക്ഷനെ എടുത്ത് മാറ്റുക. റിക്വസ്റ്റ് ചെയ്താൽ തരാം എന്നുള്ളൊരു വാചകം ഒരിക്കലും റെസ്യൂമിൽ കൊടുക്കരുത്. ഓക്കെ. പിന്നെ ഇപ്പോഴത്തെ സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്. അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്നുള്ള സ്കില്ലില്ല താങ്കൾക്ക്. കാരണം താങ്കളുടെ എക്സ്പീരിയൻസിലെ ഡേറ്റ് തന്നെ ഒക്ടോബർ തുടങ്ങി ഏപ്രിലിൽ അവസാനിച്ചു എന്ന രീതിയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. സോ താങ്കളുടെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ എവിടെയെന്ന് ഞാൻ ഇൻ്റർവ്യൂവിൽ ചോദിച്ചു കഴിഞ്ഞാൽ യു കനോട്ട് സർവൈവ്. സോ നമുക്കുള്ള സ്കിൽസ് മാത്രം യൂസ് ചെയ്യുക. ആൻഡ് അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്നുള്ള സ്കിൽ താങ്കൾക്ക് ഉണ്ടെങ്കിൽ റെസ്യൂമെയിൽ ഒരിക്കലും അങ്ങനെയുള്ള എറേഴ്സ് വന്നിട്ടില്ല എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഫയൽ നെയിം, കരിക്കുലം, അവിടെയൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉൾപ്പെടെ യൂസേജ് മിസ്റ്റേക്സ് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്യുക. കോർഡിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അത് രണ്ടും 2 സ്കിൽസ് ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. പിന്നെ ഇ-വേ ബിൽ ജനറേഷൻ, ഡിസ്പാച്ച് മാനേജ്മെൻറ്റ്, ഇതൊന്നും സോഫ്റ്റ് സ്കിൽസ് അല്ല, ഇതൊക്കെ താങ്കളുടെ പ്രൊഫഷണൽ സ്കിൽസാണ്. സോ ജോബുമായിട്ട് ബന്ധപ്പെട്ട സ്കിൽസാണ്. സോ അത് ആ കാറ്റഗറിയിലേക്ക് കൊണ്ടുവരിക. ദെൻ MS Excel, MS Word, അതൊക്കെ ടെക്നിക്കൽ സ്കിൽസ് എന്നൊന്നും പറയാനില്ല. ഈ വേർഡ് എക്സലൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. സോ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ സോഫ്റ്റ് സ്കിൽസ് വേണ്ട പ്രൊഫഷണൽ സ്കിൽസിൻ്റെ കൂടെ ഈ ലോജിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട സ്കിൽസും വേർഡും എക്സലും ഒക്കെ വേണമെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറിയിലോട്ടൊക്കെ കൊണ്ടുവരാം. പിന്നെ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് ഒരു ഹെഡ് കൊടുക്കുക. അതിൽ താങ്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയാണെങ്കിൽ മാത്രം നാഷണാലിറ്റി, പാസ്പോർട്ട് ഡീറ്റെയിൽസ് എന്നിവ കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ ലാംഗ്വേജസ് എന്തൊക്കെയാണെന്ന് കൊടുക്കുക. താങ്കളുടെ കറൻറ്റ് ലൊക്കേഷൻ എന്താണെന്ന് കൊടുക്കുക. ആ ഡീറ്റെയിൽസ് ഏറ്റവും അവസാനം ലാംഗ്വേജ് എന്നുള്ള ഹെഡ് മാറ്റിയിട്ട് പകരം അങ്ങനെ കൊടുക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റെസ്യൂമിൽ പറയാനായിട്ടുള്ളത്. സോ ഈ കറക്ഷൻസ് ഒക്കെ വരുത്തുക. ഇന്ത്യക്ക് പുറത്ത് പോവുകയാണെങ്കിൽ ഈ കൺട്രി സ്പെസിഫിക്കേഷൻ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ എക്സ്പീരിയൻസ് ഒന്ന് ജനറലി ഇമ്പ്രൂവ് ചെയ്യുന്നത് നന്നായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്, അത്രയാണ് പറയാനായിട്ടുള്ളത്. സോ വേറെ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ഹെൽപ്പ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. റെസ്യൂമെ പ്രിപ്പറേഷൻ, ലിങ്ക്ഡിൻ പ്രൊഫൈൽ മേക്ക് ഓവർ സർവീസസ്, മോക്ക് ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ വീഡിയോ കാണുന്ന മറ്റാർക്കെങ്കിലും ഈ ഒരു സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ റെസ്യൂമെ അയച്ചിട്ട് റെസ്യൂമെ അഡ്വൈസ് വീഡിയോ എന്ന് കമൻറ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.